Okay, good morning. All of you mark your attendance. All of you mark your attendance. Don't forget. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെമ്പരത്തിപ്പൂവിന്റെ ചിത്രത്തിന് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറേ പേര് ഭംഗിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് താഴെ പാടി രസിക്കാം, ചൊല്ലാം രസിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് വരികളുണ്ട്. ആരുടേതാണെന്ന് അറിയോ ആ വരികള്? അറിയോ മക്കളെ ആർക്കെങ്കിലും? അൺമ്യൂട്ട് ചെയ്തോ സമജ്ഞ? ഞാൻ മ്യൂട്ട് ചെയ്തില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് ഇപ്പൊ ഇവിടെ നമ്മള് ചൊല്ലാം രസിക്കാം എന്നുള്ളതില് പഠിക്കാൻ പോകുന്നത് അല്ലേ? നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. എന്താ വരികള്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അല്ലേ? എന്താ പറയുന്നത്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പൊ എന്താ പറയുന്നത്? അമ്മ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പോ പൂമ്പാറ്റകളും പൂക്കളും എങ്ങനെയാ? സുന്ദരമാണോ? കളർഫുൾ ആണോ? അപ്പൊ വർണ്ണാഭമാണ് അല്ലേ? ആ പൂക്കളെ പോലെ തന്നെ പൂമ്പാറ്റകളും സുന്ദരമാണ്, കളർഫുൾ ആയിട്ടാ ഉണ്ടാവുക അല്ലേ? നല്ല ഭംഗിയിലാ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടി എന്താ പറയുന്നത്? ഈ വല്ലി ഈ ചെടി അല്ലേ? ഈ ചെടിയിൽ നിന്ന് എന്ത്? ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. പൂക്കൾ എന്താ ചെയ്യുന്നേന്നാ പറയുന്നേ? പൂക്കളാണ് വീഴുന്നേന്നാ പറയുന്നത് അല്ലേ? അപ്പൊ എന്താ? തെറ്റി നിനക്കുണ്ണി, അതെന്താണ്? നൽപൂമ്പാറ്റകളാണ് അല്ലേ? കണ്ടോ നിങ്ങൾ? പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ അവിടെ കാണുന്നുണ്ട്, നല്ല കളർഫുൾ ആയിട്ട്, നല്ല വർണ്ണാഭമായിട്ട്. ഓക്കെ. അപ്പൊ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഇനിയുണ്ട് വരികളല്ലേ? നമുക്ക് ഇത്രയാണ് ഇവിടെ കുട്ടിയും തള്ളയും എന്ന കുമാരനാശാന്റെ കവിതയിലെ കുറച്ച് വരികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അറിയെല്ലാവർക്കും അല്ലേ വരികള്? ഓക്കെ. ഒന്നുകൂടി മിസ് പാടണോ അല്ല നിങ്ങൾ പാടാൻ പഠിച്ചോ? ഞാൻ പാടിത്തരാം. ഓക്കെ. കുമാരനാശാന്റെ കുട്ടിയും തള്ളയും. ഓക്കെ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാൻ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവാ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പറപ്പാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മമാകല്ല എന്നോ മലുണ്ണി. പിച്ച നടന്നു കളിപ്പൂനി ഈ പിച്ചകാമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാൻ മതരാമമ്മ ചൊന്നാൽ, നാമിങ്ങറിയുവാതൽപ്പം എല്ലാം ഓമനേ ദേവസങ്കൽപ്പം, എല്ലാം ഓമനേ ദേവസങ്കൽപ്പം. ഓക്കെ. വെരി ഗുഡ് സമജ്ഞ. അതാണ് കുമാരനാശന്റെ കുട്ടിയും തള്ളയിലത്തെ വരികൾ അല്ലേ?
ഇവിടെ നമ്മൾ 4 വരികളാണ് പാടിയിട്ടുള്ളത് അല്ലേ? നല്ലൊരു പാട്ടാണത് അല്ലെ? എന്താ പറയുന്നത് ഉണ്ണിയോ അല്ല അമ്മ എന്താ പറയുന്നത് കുഞ്ഞിനോട്? ആകാത്തത് ഇങ്ങനെ ചൊല്ലി മാഴ്കല്ലേ എന്നോമൽ ഉണ്ണീന്നല്ലേ? നിങ്ങക്ക് എനക്കും പറക്കാൻ പറ്റൂന്ന് ചോദിക്കുമ്പോ ഇല്ല, ഒരിക്കലും ആവൂല അല്ലേ? അപ്പൊ ആകാത്ത കാര്യങ്ങൾ ചൊല്ലിയിട്ട് എന്തിനാ എന്റെ മോൻ ഇങ്ങനെ കരയുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അതില്. ഓക്കെ, നല്ലൊരു വരികളാണ്, നമുക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോ കുട്ടിയും തള്ളയും എന്ന ഈ പോയത്തിലെ വരികളാണ് ഇപ്പൊ ഇവിടെ നമ്മള് 4 ലൈൻസ് ആണ് ചൊല്ലിയത്. അപ്പൊ നല്ല രസം ഉണ്ടാവും പാടാൻ. ആർക്കറിയാം, വേറെ ആർക്കറിയാം പാട്ട് പാടാനത്? സമജിനെ ഇപ്പൊ ചൊല്ലിയതുപോലെ. ദേവപ്രിയ പറഞ്ഞോ. ദേവപ്രിയ പാടിക്കോ. പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ക്രിസ്റ്റോ ജോൺ. ക്രിസ്റ്റോ ജോൺ സിജോബി അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. പാടിക്കോണേ. പള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. പാട്. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ. ക്രിസ്റ്റോ. ഈ വള്ളി പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽകൂ എന്നതാമോ. പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആർക്കാണ് പാടാൻ താല്പര്യം ഇനി? ഇവിടെ ഗോഡ്വിൻ ആണോ? ഗോഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. ഇവിടെ ഒരു കൈ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തുനിന്ന്. പേടിപ്പിക്കൊന്നും വേണ്ട ഏട്ടനാ. ഈ വള്ളിയിൽ നിന്ന് പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽകൂ ഇതെല്ലാം. പേജ് നമ്പർ 21. ഓക്കെ, പാടിക്കോ മോനെ. നിനക്ക് എന്തിന്റെ കേടാ ഇവന്, ഈ എഡ്വിൻ തോമസിന് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ഇവിടെ ഭവിക പ്ലീസ് അൺമ്യൂട്ട്. ഒരു മിനിറ്റ് ഋതുദേവേ, ഭവിക ഒന്ന് പാടട്ടെ. ഈ വെള്ളിയിൽ നിന്നു ചെമ്മീ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഋതുദേവ്. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. വെരി ഗുഡ് ഋതുദേവ്. നെക്സ്റ്റ് ഏഞ്ചൽ മരിയ കൈവക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഈ വള്ളിയിൽ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാൻ പൂമ്പാറ്റകൾ
നൽപൂമ്പാറ്റകളല്ലേ അത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അയോൺ സബിൻ. ഈ വണ്ടിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പറന്നു പോകുന്നിതാ അമ്മേ. തെറ്റി ഉണ്ണി നിനക്കൊന്ന് ചൊല്ലാം, നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരും പാടാനില്ല. യെസ്, അബ്ദുൽ ഹാദി. ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ ഉന്നിതാ പറന്നമ്മേ. ഇതാ അമ്മേ. തെറ്റി കുഞ്ഞി നിനക്കൊണ്ണി ചൊല്ലാം. പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ചൊല്ലാം നൽപൂമ്പാറ്റകളെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ധ്യാൻ. ഈ വലിയ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറഞ്ഞമ്മേ. തെറ്റി നിനക്കുണ്ണി ചെല്ലാം നൽപൂമ്പാറ്റകളെ അല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അലോൺ ജോസഫ്. ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്ക് ഉണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളെല്ലാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? അപ്പൊ ഇവിടെ ആർക്കാ? ആരോമൻ. ഓക്കെ. ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാൻ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ അത് ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആഫ്രിൻ. ഓക്കെ, ആഫ്രിൻ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഇവിടെ കാശിനാഥ്. പറന്നമ്മേ. തെറ്റി നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം.
ഓക്കെ, വെരി ഗുഡ് കാശ്നാഥ്. അപ്പൊ നമ്മൾ ഈ ചൊല്ലാം രസിക്കാം എന്ന ഈ ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞത്? കുട്ടിയും തള്ളയും എന്ന കുമാരനാശന്റെ വരികളിൽ നിന്ന് എടുത്തതാണ് അല്ലെ? അപ്പൊ ചെടികളിൽ നിന്ന് പറന്നു പോകുന്ന പൂമ്പാറ്റകളെ കണ്ട കുട്ടി എന്താ പറയുന്നേ? അവ പൂക്കളാണെന്ന് സംശയിക്കുന്നു അല്ലെ? പിന്നെയോ പൂക്കളും പൂമ്പാറ്റയും തമ്മിലുള്ള അഭേദ കൽപ്പനയാണ് ഈ വരികളിലെ എന്ത്? ചമൽക്കാരം. ഓക്കെ, മനസ്സിലായോ? പൂമ്പാറ്റകൾ പ്രകൃതിയാകുന്ന ആ പൂമരത്തിലെ പറക്കുന്ന പൂക്കളാണെന്ന് കൽപ്പനയാണ് കവി ശൈശവഭാവനയുടെ രൂപത്തിൽ പുറത്തു വരുന്നത് അല്ലേ? ഓ, അപ്പൊ ഇനി ആർക്കെങ്കിലും ചൊല്ലാനുണ്ടോ? നെക്സ്റ്റ് പാഠത്തിലേക്ക് പോട്ടെ മിസ്. ആൽബർട്ട് സ്കറിയ. ഈ വള്ളിയിൽ നിന്ന് ചെന്ന് പൂക്കൾ പോകുന്നതാ പറഞ്ഞമ്മേ. തെറ്റി നിനക്കുണ്ണി ചെല്ലാം, എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കെങ്കിലും ചൊല്ലാനുണ്ടോ? ഓക്കെ, ഇവിടെ ദൃശ്യ. ദൃശ്യ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തില്ല മോളെ. ചെല്ലാം, എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കാ? അപ്പൊ നമ്മള് കുട്ടിയും തള്ളയും എന്ന കുമാരനാശന്റെ പോയത്തിനത്തെ വരികളാണെന്ന് പറഞ്ഞു കേട്ടോ. മനസ്സിൽ ഓർമ്മിച്ചു വെക്കണേ. അപ്പൊ പറന്നു പോകുന്ന പൂമ്പാറ്റകളെ കണ്ട് കുട്ടി പൂക്കളാണെന്ന് സംശയിക്കുന്നു അല്ലേ? അപ്പൊ അമ്മ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിലെ വരികൾ. നെക്സ്റ്റ് എന്താ പറയുന്നത്? അടുത്ത പാഠം നോക്കി എല്ലാവരും. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22. ഓക്കെ, 22. അക്ഷരദീപം ബുക്കിൽ മക്കൾ എഴുതുന്നുണ്ടോ? ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാവരും? കുറെ പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. എല്ലാവരും ചെയ്യണേ. അതുപോലെ 2 ലൈൻ ബുക്കിലും എടുത്ത് എഴുതണം. നമ്മുടെ ഇവിടുത്തെ ടഫ് വേർഡ്സ് ഒക്കെ നിങ്ങൾ ആ 2 ലൈൻ ബുക്കിലും എഴുതണം കേട്ടോ. നമ്മളിവിടെ കോളത്തിൽ എഴുതുന്ന ഇപ്പൊ ചെമ്പരത്തി, കോളാമ്പി, ആമ്പൽ, നീലക്കുറിഞ്ഞി എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ എഴുതേണ്ടതാണ് കേട്ടോ. ഒന്നും കണ്ടില്ലേ? ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നോക്കി വിടാ കേട്ടോ. അപ്പൊ 6ാമത്തെ ലെസൺ അല്ലേ? എന്താണ് പാഠത്തിന്റെ പേര്? സമജിന അടിപൊളിയായി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാരും കേട്ട് പഠിച്ചോ? കുട്ടി ടീച്ചറുടെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ആ പാഠഭാഗമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ കാട് എന്നതാണ് അല്ലേ? എന്താണ് കാട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാടിനെ പറ്റി? നാടിനെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ്. ജംഗിൾ, വെരി ഗുഡ്. വനം, കാട് എന്നൊക്കെ പറയും അല്ലെ? ആരാ ഈ കാട്ടിലൊക്കെ ഉള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാട്? ഓക്കെ, ആനിമൽസ് ഒക്കെ എങ്ങനെയുണ്ട് അല്ലേ? കാട്ടിലെ രാജാവാരാണ്? കാട്ടിലെ വെരി ഗുഡ്, സിംഹം. അപ്പൊ കാട്ടിലെ രാജാവാണ് സിംഹം അല്ലേ? ലയൺ. കുറെ മരങ്ങളുണ്ട്, കാടുകളുണ്ട് അല്ലേ? ഇതൊക്കെ നിറഞ്ഞതാണ് ഇത് കാട്. കാട്ടിലെ രാജാവാണ് ആര്? ലയൺ, സിംഹം അല്ലേ? ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാടിനെ കുറിച്ച് അറിയാം അല്ലേ? ഓ, അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ക്ലാസ് മിസ് ആരുടെ? നമ്മുടെ കുട്ടി ടീച്ചറിൻ്റെത് അല്ലേ? നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ അവിടെ കേൾക്കാം രസിക്കാം എന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? അരയാലുണ്ടൊരു പേരാലുണ്ട്,
നാനാജാതി മരങ്ങളുമുണ്ട്. കളകളമൊഴുകുന്ന അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. ഓടിച്ചാടും മാനുകളുണ്ട്. ചീറിപ്പായും പുലിയതുമുണ്ട്. ജടതൂക്കും മൃഗരാജനുമുണ്ടേ. കാണാം ദൂരെ കാടിതു വീട്. അല്ലേ? എന്താണ് കാട്ടിലുള്ളതെന്നാണ് പറയുന്നത് അല്ലെ. നല്ലൊരു കാടിന്റെ പിക്ചർ അവിടെ ഉണ്ട്. കാട്ടിൽ കുറെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. കണ്ടോ എല്ലാവരും? മരങ്ങളുണ്ട്. പിക്ചറിൽ കണ്ടോ എല്ലാവരും? ഓ, ഒന്നുകൂടി മിസ് അത് പാടാം. അരയാലുണ്ടൊരു പേരാലുണ്ട്. നാനാജാതി മരങ്ങളുമുണ്ട്. കളകളമൊഴുകുന്ന അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. ഓടിച്ചാടും മാനുകളുണ്ട്. ചീറിപ്പായും പുലിയതുമുണ്ട്. ജടതൂക്കും മൃഗരാജനുമുണ്ടേ. കാണാം ദൂരെ കാടിതു വീട്. അല്ലേ? കാടിന്റെ ഒരു ചിത്രം കിട്ടിയോ എല്ലാവർക്കും? എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞേ കാട്ടില്? അരയാലുണ്ടൊരു പേരാലുണ്ട്. ആലുണ്ട് അല്ലെ. അരയാലുണ്ട്, പേരാലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൽമരം? ബനിയൻ ട്രീ അല്ലേ? ആല് കണ്ടിട്ടില്ലേ? അമ്പലത്തിന്റെ അടുത്തെല്ലാം ഉണ്ടാവും, ചില വീടുകൾ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ വിടർന്ന് വിസ്താരമാറി നിൽക്കും അല്ലെ. ആ, അപ്പൊ അരയാലുണ്ട്, പേരാലുണ്ട്. നെക്സ്റ്റ് എന്താ? നാനാജാതി മരങ്ങളുമുണ്ട്. നാനാജാതി പറഞ്ഞ എന്താ? പലതരം, വ്യത്യസ്ത തരം അല്ലേ മരങ്ങളുണ്ട്. അരയാലും പേരാലും മാത്രല്ല, നാനാജാതി മരങ്ങളുമുണ്ട്. പിന്നെയോ കളകളമൊഴുകുന്ന അരുവികളുണ്ട്. അരുവി എന്താ? ഈ അരുവി കുഞ്ഞു റിവർ അല്ലേ, തോടുകള്. ആ, ഇങ്ങനെ അരുവികൾ ഉണ്ടാവും, കാട്ടരുവികള് അല്ലേ. ആ, അപ്പോ കളകളമൊഴുകുന്ന, കളകള ശബ്ദത്തോടു കൂടി ഒഴുകുന്ന അരുവികള്, കുഞ്ഞു റിവർ അല്ലെ. അയോൺ പറഞ്ഞ പോലെ കുഞ്ഞ് തോടുകളും ഉണ്ട് അല്ലെ. അരുവി, കാട്ടരുവികൾ. എങ്ങനെയാ പോവാ? കളകള ശബ്ദത്തോടെ അല്ലെ. എങ്ങനെയാ വെള്ളത്തിന്റെ സൗണ്ട്? കളകള ശബ്ദത്തിൽ അല്ലെ. അപ്പൊ കളകളമൊഴുകുന്ന അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. അത് നിങ്ങൾ മിസ്സിന് പറഞ്ഞു തന്നു അല്ലെ. എന്ത്? ഒരുപാട് പക്ഷികളുണ്ട് കാട്ടില് അല്ലെ. പാറി നടക്കുന്ന കുറെ പക്ഷികളും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ 4 ലൈൻസിൽ പറഞ്ഞു നോക്കിയേ. അരയാലുണ്ട്, അരയാലുണ്ടൊരു പേരാലുണ്ട്. നാനാജാതി മരങ്ങളുമുണ്ട്. കളകളമൊഴുകുന്ന അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. പഠിച്ചോ 4 ലൈൻസ്? അരയാലുണ്ടൊരു പേരാലുണ്ട്. നാനാജാതി മരങ്ങളുമുണ്ട്. കളകളമൊഴുകുന്ന അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. നെക്സ്റ്റ് ലൈൻസ് പോവാ അല്ലെ. 4 ലൈൻസിലേക്ക്. ഓക്കെ. ഓടിച്ചാടും മാനുകളുണ്ട്. എങ്ങനെയാ മാനുകൾ പോകുന്നത്? ഓടിച്ചാടി നടക്കുന്നല്ലേ. നല്ല ഉഷാറിലാണ്. നമ്മളെ കുഞ്ഞു മക്കളെ പോലെയാണ്, നിങ്ങളെ പോലെയാണ് അല്ലേ. ആ, ഓടിച്ചാടി നടക്കുവാണ് മാനുകള് അല്ലെ. ഓടിച്ചാടും മാനുകളുണ്ട്. ചീറിപ്പായും പുലിയതുമുണ്ട്. എങ്ങനെയാ പുലികൾ പോകുന്നേ? ചീറിപ്പായുന്നല്ലേ. നമ്മുടെ എന്ത് ട്രെയിനൊക്കെ പോകുന്ന പോലെ അല്ലെ. ചീറിപ്പായും പുലിയതുമുണ്ട്. അടുത്തെന്താ നോക്കി? ആരാണ്? നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം അല്ലെ. എങ്ങനെയാ? ജടതൂക്കും മൃഗരാജനുമുണ്ട്. ജടയൊക്കെ ആക്കിയിട്ടല്ലേ. ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്, പിക്ചറിലുണ്ട് ആള്. അപ്പൊ ജടതൂക്കും മൃഗരാജനുമുണ്ട്. മൃഗങ്ങളില് രാജാവായ സിംഹവുമുണ്ട് അല്ലെ. പിന്നെയോ കാണാം ദൂരെ. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ദൂരെ കാണാം. എന്ത്? എവിടെ? എന്താണ്? കാടിതു വീട്. അവിടെയും എന്താ? വീട് പോലെയാണ്. അവരൊക്കെ ഒന്നിച്ചു കൂടിയാലല്ലേ. കാണാം ദൂരെ കാടിത് വീട്. ഓക്കെ.
അപ്പൊ കാട് എന്ന ഒരു പ്രമേയത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ പഠിക്കുന്നല്ലേ. നിങ്ങൾക്ക് നാടിനെ കുറിച്ച് അറിയാം. അപ്പൊ കാട്, കാട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഒന്നുകൂടി മിസ് ആ 4 ലൈൻസ് 4 ലൈൻസ് ലാസ്റ്റ് 4 ലൈൻസ് പറയാം. ഓടിച്ചാടും മാനുകളുണ്ട്, ചീറിപ്പായും പുലിയതുമുണ്ട്, ജഡതൂക്കും മൃഗരാജനുമുണ്ട്, കാണാം ദൂരെ കാടിതു വീട്. ഓക്കെ, അപ്പൊ 8 ലൈൻസും പഠിച്ചു എല്ലാവരും? ഒന്നുകൂടി മിസ് പാടാ. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം എന്നിട്ടല്ലേ നമുക്ക്. അരയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകളമൊഴുകുന്ന അരുവികളുണ്ട്, പാറി നടക്കും കിളികളുമുണ്ട്, ഓടിച്ചാടും മാനുകളുണ്ട്, ചീറിപ്പായും പുലിയതുമുണ്ട്, ജഡതൂക്കും മൃഗരാജനുമുണ്ട്, കാണാം ദൂരെ കാടിതു വീട്. ഓക്കെ, ക്ലിയർ ആണോ? പഠിച്ചോ എല്ലാവരും? എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയി പറഞ്ഞേ. മിസ് ഇത്രയും നല്ല സൗണ്ടിൽ ഇത് പാടുമ്പോ നിങ്ങൾക്ക് ഒരു പ്രതികരണം ഇല്ല? യെസ്, എല്ലാവരും പഠിച്ചോ? കുഞ്ഞുവാവയും പഠിച്ചോ? ഗൗരിനന്ദന കുഞ്ഞുവാവേ എല്ലാരും പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സാധ ഒന്ന് പാടിയേ. സാധ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ടേ അല്ലേ? നേരത്തെയും പാടിയില്ല. ഓക്കെ, കാട് പാടിയേ സാധേ. അൺമ്യൂട്ട് ചെയ്തിട്ട് നല്ല ഉറക്കെ പാടണം. സാധേ, പ്ലീസ് അൺമ്യൂട്ട്. Can you hear me? Yes. Okay, എന്നാ പാട് വേഗം. എഴുതിയില്ലാന്നാ? കേട്ടില്ലാന്നാ? എന്താ സാധേ? എഴുതുന്നില്ല. പാടുന്നില്ലാന്നാണോ? ഞാൻ പാടാം. ഓക്കെ, അയോണെന്നാ പാടിക്കോ. അരയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകള ഒഴുകും അരുവികളുമുണ്ട്, പാരി നടക്കും കിളികളുമുണ്ട്, ഓടിച്ചാടും മാനുകളുമുണ്ട്, ചീറിപ്പായും പുലി അതുമുണ്ട്, ജട തൂക്കി മൃഗരാജനുമുണ്ട്, കാണാൻ ദൂരെ കാടിത് വീട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അവേദ്യ PS. ഓക്കെ, ഞാൻ പാടാം. അറിയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകളം ഒഴുകുന്ന അരുവികളുണ്ട്, പാറി നടക്കും കിളികളുമുണ്ട്, ഓടിച്ചാടി മനകളുമുണ്ട്, ചീറിപ്പായി പുലിയതുമുണ്ട്, ചെടുതൂക്കും മൃഗരാജനുമുണ്ട്, കാണാൻ ദൂരെ കാടത് വീട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഗാത്രി രാജീവ്. എന്താണ് ഗാത്രി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നേ? വേഗം പാടിയേ. പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കടകളൊഴുകും അരുവികളുണ്ട്, പാറി നടക്കും കിളികളുമുണ്ട്. കിളികളുമുണ്ട്,
ഓടിച്ചാടും മാനുകളുമുണ്ട് ചീറിപ്പാറും പുലികളുമുണ്ട് ജലതൂക്കും മൃഗരാജനുമുണ്ട് മൃഗരാജനുമുണ്ട് കാണാം ദൂരെ കാടിതി വീട്. കാടിതു വീട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ ആരാ? ഇഷാൻ. ഓക്കെ. അരയാലുണ്ടൊരു പേരാലുണ്ട് നാനാജാതി മരങ്ങളുമുണ്ട് കളകളമൊഴുകും അരുവികളുണ്ട് പാറി നടക്കും കിളിയതുമുണ്ട് ഓടിച്ചാടും മാനുകളുണ്ട് ചീറിപ്പായും പുലിയതുമുണ്ട് ജഡതൂകും മൃഗരാജനുമുണ്ട് കാണും ദൂരെ കാടിതു വീട്. ഓക്കെ, വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് ലക്ഷ്മി അഭിലാഷ്. ഓ, താങ്ക് യു മിസ്. ഓക്കെ, വെൽക്കം. ലക്ഷ്മി. പാടാത്തവരും പാടണേ വേഗം. എല്ലാരും റെഡിയായേ? ലക്ഷ്മി അഭിലാഷ് പാടുന്നുണ്ടോ? അരയാലുണ്ടൊരു പേരാലുണ്ട് നാനാജാതി മരങ്ങളുമുണ്ട് കളകളമൊഴുകുന്ന അരുവികളുമുണ്ട് പാറി നടക്കും കിളികളുമുണ്ട് ഓടിച്ചാടും മാനുകളുണ്ട് ചീറിപ്പായും പുലിയതുമുണ്ട് ജഡതൂക്കും മൃഗരാജനുമുണ്ട് കാണാം ദൂരെ കാടിതു വീട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ജസ്വൽ ബിനു. ഇനി പോയിക്കോ എന്നെ ഇവിടെ ഇരിക്കണ്ട, എന്നെ വിളിക്കാൻ. ജസ്വൽ. നാനാജാതി മരങ്ങളുമുണ്ട് കളകളമൊഴുകും അരുവികളുമുണ്ട് പാറി നടക്കും കിളികളുമുണ്ട് ഓടിച്ചാടും മാനുകളുമുണ്ട് ചീറിപ്പായും പുലിയതുമുണ്ട് ജഡതൂക്കും മൃഗരാജനുമുണ്ട് കാണാൻ ദൂരെ കാടിതു വീട്. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? അലോണിന് അവിടെ എന്ത് പറ്റി? അലോണെ കരയുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? പാടാത്തവരൊന്നും പാടുന്നില്ല. നേരത്തെ പാടാത്തവരൊന്നും പാടുന്നില്ല. ഹെസ. ഓക്കെ, ആ ഹെസ. അരയാലുണ്ടൊരു പേരാലുണ്ട് നാനാജാതി മരങ്ങളുമുണ്ട് കളകളമൊഴുകുന്ന അരുവികളുമുണ്ട് പാറി നടക്കും കിളികളുമുണ്ട് ഓടിച്ചാടും മാനുകളുണ്ട് ചീറിപ്പായും പുലികളുമുണ്ട് ജഡതൂക്കും മൃഗരാജനുമുണ്ട് കാണാൻ ദൂരെ കാടിതു വീട്. ഓക്കെ, നെക്സ്റ്റ്. ആഫ്രീൻ പാട്. ആഫ്രീൻ കൊറേ സമയായി അല്ലേ ആഫ്രീൻ? അരയാലുണ്ടൊരു പേരാലുണ്ട്
നാനാജാതി മരങ്ങളുമുണ്ട്. നാനാജാതി മരങ്ങളുണ്ട്. നാനാജാതി മരങ്ങളുമുണ്ട്. ജീവികളുണ്ട്. പാറി നടക്കും പക്ഷികളുണ്ട്. ഓടിച്ചാടും ചീറിപ്പാഴും പുലികളുണ്ട്. പുലിയതുമുണ്ട്. ഇടതൂക്കം മൃഗരാജനുമുണ്ട്. കാണാൻ ദൂരെ വീട്. വെരി ഗുഡ്. നെക്സ്റ്റ് ശ്രീകൃഷ്ണ. കൊറേ പേരവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടേ. ആ അറിയാലുണ്ട് ഒരു പേരാലുണ്ട്. നാനാജാതി മരങ്ങളുമുണ്ട്. കളകളമൊഴുകും അരുവികളുണ്ട്. പാറി നടക്കും കിളികളുമുണ്ട്. ഓടിച്ചാടും മൃഗങ്ങളുണ്ട്. ചീരിപ്പായും പുലിയതുമുണ്ട്. ചെടതൂക്കും മൃഗരാജനുമുണ്ട്. കാണാൻ ദൂരെ കാടിത് വീട്. ഓക്കെ, വെരി ഗുഡ്. ഇനി 1 മിനിറ്റേ ഉള്ളൂ. കൊറേ പേര് കൈവെക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ. ആദിനാഥേ പാടിക്കോ, ചിലപ്പോ കട്ടാവും കേട്ടോ.